ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു ദോശ ഉണ്ടാക്കിയ കഥയാണ്. ഇന്ന് കഴിക്കാൻ ദോശയായിരുന്നു, കൂടെ പുളിച്ച സാമ്പാറും. പുളിച്ചെന്ന് പറയാൻ കാരണം തലേന്നത്തെ സാമ്പാറാണ്. നിങ്ങൾക്കിഷ്ടമാണ് ഈ കോമ്പിനേഷൻ? ദോശയും പുളിച്ച സാമ്പാറും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് കഴിക്കും കേട്ടോ, എനിക്കിഷ്ടമാണ്. അതുപോലെ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഭയങ്കര തിന്നായിട്ടാണ്, മസാല ദോശയില്ലേ ആ കണക്കായിട്ട്. കാരണം എനിക്ക് അല്ലാതെ കട്ടിയിലുള്ള ദോശ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് പരത്തിയെടുക്കും. ഇന്ന് ഞാൻ നെയ്യ് ഇച്ചിരി ചേർക്കുന്നുണ്ട്, മിക്കവാറും ഞാൻ ചേർക്കത്തില്ല. ഇന്ന് ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നെയ്യ് പുരട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചായി, ഇപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് ചുണ്ടിലും കൂടെ ചേർക്കാം. ഈ ഒരു സീസൺ ആകുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാറുണ്ടല്ലോ. അപ്പം ഞാനത് ബാക്കി വന്നതെടുത്ത് എൻ്റെ ചുണ്ടിൽ പുരട്ടുന്നുണ്ട്. പുരട്ടിയപ്പോൾ നല്ല മോയ്സ്ചറൈസർ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം അടുക്കളയിലെ പൊടിക്കൈകളാണ് ഇതൊക്കെ. അപ്പം പറഞ്ഞു വന്ന് നമ്മുടെ ദോശയുടെ കഥ ഇത്രയേ ഉള്ളൂ. പുളിച്ച സാമ്പാറും ദോശയും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല കോമ്പിനേഷനാണ്, കമൻസായിട്ട് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിനി ചമ്മന്തി അരച്ച് സമയം കളയാതെ തലേന്നത്തെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.